രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസ് റിപ്പോർട്ടിൽ രാഹുൽ ഈശ്വർ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. തിരുവനന്തപുരം CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും അറസ്റ്റ് അനിവാര്യമെന്നുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. പരാതിക്കാരിയെ വ്യാജ അതിജീവിത എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നാണ് രാഹുലിനെതിരായ പോലീസ് റിപ്പോർട്ടിലെ പരാമർശം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായിരുന്ന തന്ത്രിയെ പിന്നീട് പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്ത്രിയെ മാപ്പുസാക്ഷിയാക്കുക എന്ന നീക്കം കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പോഴും ഇനിയും ജയിലിൽ തുടരുക എന്നുള്ളത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. പരമാവധി ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുക, കൂടുതൽ ചോദ്യം ചെയ്യുക, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക തുടങ്ങിയ നീക്കങ്ങൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന്, അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. വിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനീഷ്, എന്താണ് പ്രോസിക്യൂഷൻ തന്ത്രിക്ക് ജാമ്യം നിഷേധിക്കാനായി മുന്നോട്ട് വെക്കുന്ന വാദമുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്? ഒപ്പം തന്ത്രിയുടെ ജാമ്യാപേക്ഷയും പരിഗണനയ്ക്കുണ്ടല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി രാജീവ് കണ്ഠരരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം തന്ത്രിയെ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു തന്ത്രി ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിച്ചത്. തുടർന്നും ജാമ്യാപേക്ഷ 13-ന് പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു. തന്ത്രിക്ക് സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ല എന്നും തന്ത്രിയെ കുടുക്കിയതാണെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ തന്ത്രി ആചാരലംഘനം നടത്തിയെന്നും സ്വർണം കൊണ്ടുപോകാൻ മൗനാനുവാദം നൽകിയെന്നുമായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതും. എന്തായാലും ഇന്ന് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ വിധിയുണ്ടാകും. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ ഇന്ന് വിജിലൻസ് കോടതി ഹാജരാക്കും. റിമാൻഡ് കാലാവധി നീട്ടിവാങ്ങാനാണ് സാധ്യത. എന്നാൽ തന്ത്രിക്കായിട്ട് കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കില്ലെന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ഏതായാലും തന്ത്രിക്കും ഇന്നേറെ നിർണായകമായ ദിവസമാണ്. കസ്റ്റഡി അപേക്ഷ പ്രോസിക്യൂഷൻ സമർപ്പിക്കുന്നുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനം ഇന്ന് അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.